അപ്പോൾ മക്കളെ, ഇതേപോലെ റോഡിൻ്റെ സൈഡിൽ വലിയ പൈപ്പുകളുണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുകളുണ്ടാവും, അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട്, നോക്കിയാൽ തല വരെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഇതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ ജോയിൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല. അതെന്താണ് പശ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയമാണ് നമ്മളിന്ന് തീർക്കാൻ പോകണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഒരു പുതിയ അറിവാണ് എനിക്ക്. ഇനി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വയ്ക്കുക. അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ജോയിൻറ്റ് എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണാം. അപ്പോൾ ആദ്യം ഈ സംഭവം ഇത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ എഡ്ജ് കട്ടിയാണ് അല്ലേ? എഡ്ജ് കട്ടിങ് വരികയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ രണ്ട് എഡ്ജും കട്ട് ചെയ്യും. എഡ്ജ് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യാം, ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടി കട്ടിങ് പ്രോസസ് നടക്കും. രണ്ട് സൈഡ് ഏകദേശം ഒരേ പക്ക ഫിനിഷിങ്ങിൽ കട്ടായിട്ടുണ്ടാവും അല്ലേ? ഓ, സംഭവം സിമ്പിൾ പരിപാടി കണ്ടോ. ഓക്കെ, അടിച്ച് നോക്കി പക്ക അടിപൊളി ഫിനിഷിംഗ് ആയിട്ട് കട്ടായിട്ടുണ്ട്. ഇനി അത് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലേ? കണ്ടോ, ഒന്ന് അടുപ്പിച്ച് നോക്കാം ബൈ. ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ഇടയിൽ ഹീറ്റാക്കി വെക്കാം. അല്ലേ ഈ വെച്ച സാധനം ഹീറ്ററാണ്. ഇതിപ്പോൾ എത്ര ചൂടുണ്ടാവും? 200 ഡിഗ്രി ചൂടിലാണ് ഇത് ഇതാവണം അല്ലേ? അപ്പോൾ ഇതിന് എക്സ്ട്രാ പശയോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പൈപ്പ് ഉരുകുന്ന അതേ ടെമ്പറേച്ചർ അല്ല. അപ്പോൾ ഈ വെച്ച ഈ മെഷീൻ്റെ രണ്ട് സൈഡും നല്ല ചൂടുണ്ടാവും. 200 ഡിഗ്രി ചൂട് അല്ലേ? അപ്പോൾ ഇതിന് എക്സ്ട്രാ പശ ഒന്നുമില്ല. ആ ഒരു പൈപ്പോട് കൂടിയാണ്ട് ജോയിൻ്റ് ആയി ഉരുകിയാണ്ട് ജോയിൻ്റ് ആവുകയാണ്. പിന്നെ അത് പൊട്ടൊന്നുമില്ല. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ഇട്ടാലും പൊട്ടത്തില്ല. ഇല്ല, അത് വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ, സംഭവം സെറ്റാണ്. ഇനി എത്ര മിനിറ്റ് വെക്കണം? ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ഇതേപോലെ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജോയിൻറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരുപാട് ഇതുണ്ടോ. ഞാനിങ്ങനെ വഴി ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് കുറേ ആലോചിച്ചിരുന്നു ഞാൻ ഇത് എങ്ങനെയാണ് സംഭവം. കണ്ടോ, ഈ ലെവലിലാണ് വരിക അല്ലേ? ഞാൻ വിചാരിച്ചത് എന്താണ് പശ എന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് ആളുകൾ ചിന്തിച്ചിരുന്ന സംഭവമാണ് ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് പിന്നെന്താ പറയുക, രണ്ട് റിങ് ഇട്ട പോലെ അല്ലേ? റിങ് ഇട്ട് ടൈറ്റ് ചെയ്ത പോലെ കാണാം. പക്ഷേ ഇതിങ്ങനെയാണ്. അതെ അതെ അതെ, തീർച്ചയായും നമ്മളൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. പശയാണെന്നാണ് വിചാരിച്ചിരുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് വരെ. ഓക്കെ, നിങ്ങളെവിടെ വീട് എവിടെ? നിങ്ങളാണ് ഈ കോണ്ടാക്ട് എടുത്തിട്ടുള്ളത് അല്ലേ? കണ്ടോ, ഇതെല്ലാം അങ്ങനെ തന്നെ. അപ്പുറത്ത് കണ്ടോ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ഒരു ചെറിയ 2 റിങ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ആ സാധനം കണ്ടോ, നേരത്തെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രോസസ്സ്. എൻ്റെ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ആ എഡ്ജ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെഷീനറി അല്ലേ? ഇത് നമ്മൾ പിന്നെ കറണ്ടിലാണ് ചൂടാക്കുക. ഓക്കെ 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 ഓക്കെ. ഇതിപ്പോൾ നേരത്തെ ഒട്ടിച്ച് വെച്ച സാധനം കേട്ടത്. അപ്പോൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. ഇത് എത്ര മിനിറ്റ് വെക്കണം ഇങ്ങനെ ഒട്ടിക്കാൻ? 10 മിനിറ്റാണ്. ഇനി ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം എടുക്കും, ഹീറ്റർ എടുക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിപ്പോൾ ഇനി 10 മിനിറ്റാണ് അതിൻ്റെ ടൈം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉരുകി അതിനോട് ഒട്ടി ചേരുകയാണ്. ഇത് കുറച്ച് മുമ്പ് ഒരു ഒട്ടിച്ച് വെച്ച സാധനം കണ്ടോ, ഒട്ടി ഒന്നുമില്ല. നോക്കി, അതേപോലെ 2 റിങ് ഇട്ട് വെച്ച പോലെ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സംശയം മാറി കിട്ടിയില്ല. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. കണ്ടോക്കി വലിച്ചെറിഞ്ഞത് ഒന്നും പറ്റൂല. ഇതിന് കിത്ര മിനിറ്റ്? 10 മിനിറ്റ് 10 മിനിറ്റാ? ഓക്കെ ഓക്കെ. ഇവർ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെ കർണാടകക്കാരാട്ടോ. നോക്കട്ടെ, ഈ ആ എൻഡിൽ നിന്ന് ഇത് എത്ര മീറ്റർ ഒരു പൈപ്പ് വരുന്നത്? ഒരു പൈപ്പ് 6 മീറ്റർ. 6 മീറ്റർ അല്ലേ? 20 ഫീറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെവലൊക്കെ ആ സാധനത്തിന് 2 എഡ്ജും വെച്ച് പക്ക ലെവലിൽ നിൽക്കും. അപ്പോൾ അങ്ങോട്ടോട്ട് എഡ്ജ് മാറത്തില്ല. ഓക്കെ 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 ഓക്കെ. ആ കട്ടിങ്ങിലാണ് മെയിൻ പ്രോസസ് ഇരിക്കുന്നത്. കട്ടിങ് പക്ക ഫിനിഷിംഗ് ആയിരിക്കണം അല്ലേ? ഞാൻ കട്ടിങ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 2 സൈഡിലും 2 പൈപ്പ് കൊടുന്നു. ഇനി ആ സാധനത്തിൽ കറക്റ്റ് ലെവൽ ചെയ്യാണ്. അതിനുശേഷം ആ ഒരു പിന്നെ കട്ടർ വെച്ചിട്ട് 2 സൈഡും പക്ക അടിച്ച് അടിപൊളിയായിട്ട് കട്ട് ചെയ്യും കേട്ടോ. അതവിടെ ടൈറ്റിനോട് കൂടി 2 അടിച്ച് പക്കയായിട്ട് നിൽക്കും, ലെവലിൽ നിൽക്കും. അതിന് ശേഷം ആ ഗ്യാപ്പിലിട്ടിട്ടാണ് ആ കട്ടർ കൊണ്ട് കട്ട് ചെയ്യണം അല്ലേ? അതെ അതെ അതെ. അതിന് ശേഷം ഈ സാധനം വെച്ചിട്ട് ഇത്
ഇത് പൊട്ടിയില്ലേ? ആ ഒട്ടി. ഇനി ഇത് കുറച്ച് ആ, ശരി. mold തണുക്കാൻ വേണ്ടി ഒരു ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹീറ്റർ ഇപ്പോൾ അതിൻ്റെ അടിയിൽ എടുത്തിട്ടോ, നമ്മളിരുന്ന് മിസ്സായിപ്പോ. എന്തായാലും നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പരിപാടിയുടെ ഹോട്ടൽ. ഇതിപ്പോൾ ചൂടുണ്ടാവില്ലേ? ആ ഉണ്ടാവും, ചൂടുണ്ടോ? ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, ഇപ്പോൾ എടുത്തല്ലേ ഉള്ളൂ, അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ വിത്തൗട്ട് ഗമ്മാണ് ഈ സാധനം ഹോട്ടൽ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു. ആ ഒരു സംശയം ഉണ്ടായിരുന്നു, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇതാണ് എൻ്റെ കണ്ടോ, ഇതാണ് എൻ്റെ സെറ്റപ്പ്. നന്നായിട്ട് ടൈറ്റ് ചെയ്യും. അതിന് ശേഷം ആ സാധനം കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് എന്താ 2 അടിച്ചും കട്ട് ചെയ്യും. അതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ആ കട്ടർ ഫിറ്റ് ചെയ്യുന്ന രംഗം കണ്ടോ. ഓക്കെ, നേരത്തെ കണ്ടുതന്നെയാണ്, ഒരേപോലെ 2 അടിച്ചും കട്ടായിട്ട്. അപ്പോൾ ആയിക്കോട്ടെ, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തോളൂ. ബൈ ബൈ.